എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം. വീണ്ടും നമ്മുടെ യാത്ര പുറപ്പാട് പുസ്തകത്തിലേക്ക് തുടരുകയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അങ്ങനെ ജനം ദൂരത്ത് നിന്നു, മോശയോ ദൈവം വരുന്ന ഇരുളിന് അടുത്ത് ചെന്നു. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ദൈവജനത്തിന്. ദൈവജനം ദൂരത്ത് മാറി നിൽക്കുകയാണ്. മോശ മാത്രം ദൈവത്തിൻ്റെ അടുക്ക് ചെന്നു. അവിടെ നിന്ന് ഇതൊക്കെ സംഭവിക്കുമ്പോൾ 10 കൽപ്പന കൊടുത്തു കഴിഞ്ഞു. അതിനോട് ചേർന്ന് ബാക്കിയുള്ള കൽപ്പനകൾ കൊടുത്തുകൊണ്ടിരിക്കാൻ പോവുകയാണ് തുടർന്നുള്ള അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ. പക്ഷെ നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ദൈവം ജനം ദൂരത്ത് നിന്നു. ഇതാണോ മനുഷ്യനും ദൈവവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ അവസ്ഥ? മനുഷ്യൻ ദൂരത്ത് നിൽക്കുകയാണ്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാൻ ഒക്കത്തില്ല. ഈ അകൽച്ച തുടങ്ങിയത് ഏദൻ തോട്ടത്തിലാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടി അവിടെ കെരൂബുകളെ നിർത്തി, മിന്നുന്ന വാളുമായിട്ട് നിർത്തി. മനുഷ്യൻ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാനുള്ള അവസരം ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നിടം വരെ ആ സമയം മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നീടാണ് യേശു ക്രിസ്തു വരികയും പാപത്തിൻ്റെ പരിഹാരമായിട്ട് മരിക്കുകയും ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാൻ മനുഷ്യന് സാവകാശം ഒരുക്കി തന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഈ ദൂരത്ത് നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യരെയാണ്. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന ഒരു അധ്യായമാണ് മുടിയംപുത്രൻ്റെ കഥ. യേശു ക്രിസ്തു പറയുമ്പോൾ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ മുടിയംപുത്രനെല്ലാം മുടിച്ചു, എന്നിട്ട് അവന് സുബോധം വന്നപ്പോൾ തിരികെ അപ്പൻ്റെ അടുക്കെ പോയി. അപ്പം വളരെയധികം കാര്യങ്ങൾ അവൻ ഇങ്ങനെ റിഹേഴ്സ് ചെയ്യുന്നുണ്ട്. ഇന്ന പോലെ ഞാൻ എൻ്റെ അപ്പനോട് പറയും, ദാസനായിക്കൊള്ളാം, പുത്രനായിട്ട് വിളിക്കാൻ എനിക്ക് പുത്രനാകാൻ വേണ്ടിയുള്ള യോഗ്യത എനിക്കില്ല. പക്ഷെ അവിടെ ഏറ്റവും മനുഷ്യന് ആശ്വാസകരമായിട്ട് ഉള്ള വാക്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15:20. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. തുടർന്ന് വായിക്കുന്ന, ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു. മനുഷ്യന് ദൈവത്തോട് അടുക്കാൻ സാധിക്കുകയില്ല. എത്ര പരിശ്രമിച്ചാലും ദൂരത്ത് നിൽക്കുകയുള്ളൂ. ശ്രമമുണ്ട്, പക്ഷെങ്കിൽ ദൈവം നോക്കുമ്പോൾ അത് വളരെ ദൂരത്താണ്. പിതാവ് നോക്കുമ്പോൾ അത് വളരെ ദൂരത്താണ്. അപ്പോൾ മനുഷ്യന് ദൈവത്തോട് അടുക്കാൻ സാധിക്കുകയില്ല എന്ന് കണ്ടിട്ട് സ്വർഗസ്ഥനായ ദൈവം പുത്രനായ ദൈവത്തെ ഈ ലോകത്തിലേക്ക് അയച്ചു. കാരണം മനുഷ്യൻ വളരെ ദൂരത്തായിരുന്നു. എന്താണ് മനുഷ്യൻ വളരെ ദൂരത്തായിരിക്കുന്നത്? കാരണം ദൈവം പരിശുദ്ധനാണ്, മനുഷ്യൻ പാപികളാണ്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന വിഷയം 3:23 നമ്മൾ വായിക്കുന്നു, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ആ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നതുകൊണ്ട് മനുഷ്യൻ ദൂരത്ത് നിൽക്കാനേ ഉള്ളൂ നിവർത്തി. പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ ഈ ദൈവത്തോട് അടുക്കുന്നത്? ദൂരത്ത് നിൽക്കുന്ന മനുഷ്യൻ. ഹോശിയാവിൻ്റെ പ്രവചനം 11:4 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്.
അവിടെ മലയാളം ബൈബിളിൽ അത്ര ഒരു വ്യക്തത കിട്ടുന്നില്ല. മനുഷ്യ ഭാഷകൾ കൊണ്ട്, സ്നേഹബന്ധനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വിളിച്ചു എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ, മലയാളം ബൈബിളിൽ എഴുതി വിളിച്ചു. പക്ഷേ ശരിക്കും അതിൻ്റെ തർജ്ജമ വരുന്നത് മനുഷ്യനെ സ്നേഹത്തിൻ്റെ ചരട് അല്ലെ സ്നേഹത്തിൻ്റെ കയർ ഉപയോഗിച്ച് വലിച്ചു. I drew them with cords of a man with bands of love. എപ്പോഴാണ് ഈ കയർ വെച്ച് എപ്പോഴാണ് നമുക്കതൊന്ന് ചിന്തിച്ചാൽ, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നമുക്ക് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ കന്നാലിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചില സമയത്ത് കന്നാലിയുടെ കൂടെ നടക്കും. കന്നാലികളുടെ കഴുത്തിലൊരു ചരടല്ല ഒരു കയർ, നല്ല സ്ട്രോങ് കയറുണ്ട്. ചില സമയത്ത് കൂടെ നടക്കും, ഒരു പ്രയാസമില്ല. പക്ഷെ ചില സമയത്ത് കന്നാലി ആട് ഒക്കെ ആകുമ്പോൾ അതൊരു ശാഠ്യം കാണിക്കും, വിളിക്കുന്നിടത്തോട്ട് വരികയില്ല. അവിടെയാണ് കയർ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകും. ഇതുപോലാണ് മനുഷ്യൻ്റെ അവസ്ഥ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ. ഇവിടെ ഹോശേയ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം സ്നേഹത്തിൻ്റെ കയർ ഉപയോഗിച്ച് വലിച്ചു. അങ്ങനെ സ്നേഹത്തിൻ്റെ കയറും കൊണ്ട് വലിച്ച മനുഷ്യൻ എപ്പോഴാണ് സ്നേഹത്തിൻ്റെ കയർ വെച്ച്, എന്താണ് ഈ സ്നേഹത്തിൻ്റെ കയർ വെച്ച് വലിക്കാൻ്റെ ആവശ്യം എന്താണ്? യെശയ്യാ പ്രവചനം 1:3 നമ്മൾ വായിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. കന്നാലികൾക്കുള്ള അറിവ് പോലും മനുഷ്യനില്ല. അതുകൊണ്ട് മനുഷ്യനെ ആകർഷിക്കാനൊക്കത്തില്ല, മനുഷ്യനെ വലിക്കുകയാണ്. പക്ഷേ ഇവിടെ കയറല്ല, സ്നേഹത്തിൻ്റെ കയറാണ്. സ്നേഹത്തിൻ്റെ കയർ വെച്ച് വലിക്കുകയാണ്. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 6:44 വാക്യം, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ലെന്ന് യേശു കർത്താവ് പറയുന്നു. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ, അവിടെയും ആകർഷിച്ചിട്ടല്ലാതെ എന്നുള്ള വാക്ക് അല്ല അവിടെ വരുന്നത്. ഫാദർ ഡ്രോസ്, അതായത് ഒരു വലിവുണ്ട്, ഒരു വലിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ത് വെച്ചാണ് വലിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. സ്നേഹത്തിൻ്റെ കയർ വെച്ച് മനുഷ്യനെ വലിക്കുകയാണ്. അതാണ് യേശു കർത്താവ്, പിതാവ് വലിക്കാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ സുവിശേഷം 12:32 പറയുന്ന ഒരു വിഷയമുണ്ട്. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അവിടെയും ആകർഷിക്കും എന്നുള്ള ഒരു വാക്കല്ല, കാരണം ആകർഷിക്കുന്നത് ഈ ലോകം മനുഷ്യനെ സ്വാധീനിച്ച് ആകർഷിക്കുന്ന പല രീതിയിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആകർഷണം മനുഷ്യന് ലോകത്തിൻ്റെ ആകർഷണവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ലോകത്തിൻ്റെ ആകർഷണമാണ് മനുഷ്യന് കൂടുതൽ സ്വാധീനിക്കുന്നത്. അവിടെയാണ് ദൈവം സ്നേഹത്തിൻ്റെ കയർ ഉപയോഗിച്ച് മനുഷ്യനെ വലിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്നത്. ഇവിടെ യോഹന്നാൻ സുവിശേഷം 12:32 വായിക്കുന്നത്, ഞാൻ ഉയർത്തപ്പെട്ടാൽ, അതിൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഉയർത്തപ്പെട്ടാൽ എന്നുള്ള ഒരു വാക്കാണ് യേശു ക്രിസ്തു ക്രൂശിൽ പാപത്തിന് വേണ്ടി യാഗമായ ആ ഉയർച്ചയാണ്. ക്രൂശിൽ ഉയർപ്പിച്ചാണ് 3
ആണിമേൽ തറച്ചത്. അതുതന്നെയാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിലും വായിക്കുന്നത്. മനുഷ്യപുത്രൻ മോശ സർപ്പത്തെ, നമുക്കറിയാം സംഖ്യാപുസ്തകത്തിൽ മോശ സർപ്പത്തെ ഉയർത്തി, പിച്ചള സർപ്പത്തെ, പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കുന്ന ഒരു ജനതയെ പിച്ചള സർപ്പത്തെ നോക്കിയാൽ മരിക്കുകയില്ല. അതുപോലെ തന്നെയാണ് യേശു കർത്താവ് ക്രൂശിൽ ഉയർത്തി ജാതികളുടെ കൈയാൽ ക്രൂശിപ്പിച്ച്, ഇതെല്ലാം നമുക്ക് വേണ്ടി യേശു കർത്താവ് ഉയർത്തപ്പെട്ടു. അപ്പോൾ യേശു കർത്താവ് ക്രൂശിൽ ഉയർത്തപ്പെട്ടപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരവസരമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് സമീപമാകാൻ ദൂരത്ത് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മനുഷ്യൻ്റെ അവസ്ഥ ജന്മനാലെ എന്ന് പറയുന്നത് തന്നെ ദൂരത്ത് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം എല്ലാവരും പാപം ചെയ്തു. നമ്മൾ വായിച്ച വാക്യം റോമാലേഖനം 3:23, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായിരുന്നു. അപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെട്ടത് നമുക്ക് ഏദൻ തോട്ടത്തിലാണ് പാപം ചെയ്തപ്പോൾ. അവിടെ നിന്നാണ് ഈ അകൽച്ച തുടങ്ങിയത്. അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് ഇതിനോട് അനുബന്ധിച്ച് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വിഷയം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:13 നമ്മൾ വായിക്കുന്ന ഒരു വിഷയമുണ്ട്. മുമ്പേ ദൂരത്തായിരുന്നു നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ സമീപനായിത്തീരുന്നു. നോക്കിക്കേ, ദൂരത്ത് നിന്ന മനുഷ്യനെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപനായിരുന്നു. ഇതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാം, ഇപ്പം ദൂരത്ത് മാറി നിൽക്കുന്നവർ മാത്രമല്ലായിരുന്നു നമ്മൾ. പക്ഷെങ്കിൽ റോമാലേഖനം 5:6 നമ്മൾ ഹെൽപ്ലെസ് ആയിരുന്നു, ബലഹീനതരായിരുന്നപ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. റോമാലേഖനം 5:6. അതേപോലെ തന്നെ റോമാലേഖനം 5:8 നമ്മൾ പാപികളായിരുന്നപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അതേപോലെ തന്നെ റോമാലേഖനം 5:10 നമ്മൾ വായിക്കുന്നത്, ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു, റെക്കൺസിലിയേഷൻ വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ചിന്തിച്ചേ, ദൂരത്ത് നിന്ന മനുഷ്യൻ മാത്രമല്ല, നമ്മൾ ശത്രുക്കളായിരുന്നു, ബലഹീനതയായിരുന്നു, തന്നെയല്ല നമ്മൾ പാപികളായിരുന്നു. ഇതെല്ലാം ദൈവം മാറ്റി. ഇങ്ങനെയാണ് സ്നേഹത്തിൻ്റെ ചരടാൽ വലിച്ച്, സ്നേഹത്തിൻ്റെ ചരടാൽ യേശു ക്രിസ്തു മരിച്ചു, നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ടു. നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ ഉയർത്തപ്പെട്ടപ്പോൾ എല്ലാ മനുഷ്യരെയും യേശു ക്രിസ്തു ആകർഷിക്കുകയാണ്. ആകർഷിച്ച് ഇപ്പോൾ അവസ്ഥ മനുഷ്യൻ എന്താണ്? ആർക്കു വേണമെങ്കിലും ഈ ക്രിസ്തുയേശുവിനെ വിശ്വസിക്കാം. പാപി എന്നുള്ള അവസ്ഥ മാറും, ശത്രു എന്നുള്ള അവസ്ഥ മാറും. ദൂരത്ത് മാറി നിൽക്കുന്നവർ അല്ല, പിന്നെ സമീപരായി ആണത് ഈ ക്രിസ്തുവിൻ്റെ യാഗം മൂലം മനുഷ്യന് കിട്ടുന്ന ഫലം. ഇതെല്ലാം മനുഷ്യൻ എന്തെങ്കിലും ചെയ്തോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുകയെ. യാതൊന്നും ചെയ്തില്ല. ഒരു ചെറിയ വിരൽ പോലും അനക്കാൻ സാധിക്കുകയില്ല മനുഷ്യൻ. ഇതെല്ലാം കൃപയാൽ നമുക്ക് ലഭിച്ചു. ഈ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളെ തണുപ്പിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും.